ഡ്രൈവിംഗ് പേടിയുള്ളവർക്ക് പേടി മാറ്റാൻ വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാം. 1 ഡേ ട്രെയിനിങ് ആണ്. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എനിക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ 9400600735. ഇന്ന് പറയാൻ പോകുന്നത് വളവുകളിൽ എങ്ങനെ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പം വളവുകളിൽ ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾ ചെറിയ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വളവ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയുള്ളൊരു റോഡിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഞാനിപ്പോൾ റോഡിൻ്റെ സൈഡിലാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കണം. ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് നമുക്ക് പതിയെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ബാക്കിൽ നോക്കുക. ഞാനിത് ഫസ്റ്റ് ഗിയർ ആക്കി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് മാത്രമേ മുന്നോട്ടേക്ക് എടുക്കാവൂ. ബ്ലൈൻഡ് സ്പോട്ട് മിററൊക്കെ നിങ്ങളുടെ വണ്ടിയിലുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഉപകാരമൊന്നും ഉണ്ടാവില്ല. എങ്ങനെ ബ്ലൈൻഡ് സ്പോട്ട് മിറർ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാത്തത്. എല്ലാ വീഡിയോസും നിങ്ങൾ മാക്സിമം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡെയിലി ചാനൽ കാണുക. ഇനി ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് മിറർ നോക്കി ബാക്കിൽ വണ്ടിയില്ലാന്ന് പതിയെ മുന്നോട്ടേക്ക് എടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ലൊരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. റോഡിലേക്ക് കറക്റ്റായിട്ട് കയറി കഴിഞ്ഞാൽ പിന്നീട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ബോർഡറിൽ ലൈൻ ഉണ്ടായാൽ ലൈന് ചേർത്ത് നിങ്ങൾ പോവുക. ഇനി എതിരെ ഒരു വണ്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് സൈഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ ആവുന്നത്? ഇനി നമ്മൾ വളവുകളിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വളവുകളിലേക്ക് എത്തുന്ന സമയത്ത് പലരും നല്ല സ്പീഡിൽ വന്ന സ്പീഡിൽ തന്നെ വളവുകൾ തിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെ തിരിക്കുമ്പോഴാണ് പലപ്പോഴും പ്രശ്നമാവുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൺട്രോൾ കിട്ടാത്തത്. അതേ സ്പീഡിൽ തന്നെ ഒരു വളവ് തിരിയാൻ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് തിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് നല്ല പ്രാക്ടീസ് വേണം. വലിയ സ്പീഡിൽ വന്നിട്ടൊക്കെ തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് 2 തരത്തിലാണ് പ്രാക്ടീസ് ഇല്ലാത്തത്. ഒന്ന്, നിങ്ങൾക്ക് സ്പീഡ് കൺട്രോൾ പ്രാക്ടീസ് ഉണ്ടാവില്ല. രണ്ടാമത്, നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു വളവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതായത് സ്പീഡ് കൺട്രോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോളും പറ്റണം. അപ്പോൾ ചിലവർക്ക് വേഗത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? വണ്ടിയുടെ സ്പീഡ് നന്നായിട്ട് കുറച്ച് മെല്ലെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഗിയർ ഡൗൺ ചെയ്യുക. ഡൗൺ ചെയ്തതിന് ശേഷം മെല്ലെ പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വളവ് തിരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. നിങ്ങളുടെ കൈക്ക് പ്രാക്ടീസ് ഇല്ലെങ്കിൽ പോലും പ്രശ്നമില്ല. കാലിൽ നിങ്ങൾ ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് സ്പീഡ് നല്ലോണം കുറച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയിൽ വളവ് തിരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. പെട്ടെന്നൊരു വളവ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ കൺട്രോൾ പോകുന്നു തോന്നിയാൽ സ്പീഡൊന്ന് കുറച്ച് നോക്കൂ. ഈസി ആയിട്ട് ആ വളവ് തിരിയുന്നത് കാണാം.